കൽപ്പാത്തി രഥോത്സവത്തിനായി അഗ്രഹാരങ്ങളും ഭക്തരും ഒരുങ്ങി. കൽപ്പാത്തി ശിവക്ഷേത്രത്തിൽ രഥാരോഹണത്തോടെ ഒന്നാം തേരുത്സവത്തിന് തുടക്കമാകും. തുടർന്ന് ദേവരഥങ്ങളുടെ ഗ്രാമപ്രദക്ഷിണവും ആരംഭിക്കും. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് 700 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു. വാരാണസിയിൽ നിന്നുള്ള ബ്രാഹ്മണ വിധവയായ ലക്ഷ്മി അമ്മാൾ കൊണ്ടുവന്ന ജ്യോതിർലിംഗം പാലക്കാട് രാജാവ് കൽപ്പാത്തി പുഴയുടെ തീരത്ത് സ്ഥാപിക്കുകയും അതിനായി 1425 ക്ഷേത്രം പണിയുകയും ചെയ്തു. ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് രഥോത്സവം ആരംഭിച്ചത്. പുരാതനമായ ഈ ക്ഷേത്രം നിള നദിയുടെ തീരത്താണ് ഉള്ളത്. വടക്കേ ഇന്ത്യയിലെ വാരാണസിയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പകുതി കൽപ്പാത്തി എന്ന പഴഞ്ചൊല്ലു തന്നെയുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രം. വർഷങ്ങൾക്കു മുമ്പ് തഞ്ചാവൂരിൽ നിന്നും കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തിയിലുള്ളത്. ആരാധ്യദേവനായ സുബ്രഹ്മണ്യനും ശിവനും ഭഗവതിയും ഗണപതിയും അവർക്ക് കൂട്ടുവന്നെന്നും ഇഷ്ടദൈവങ്ങൾക്കായി അമ്പലങ്ങൾ ഉണ്ടാക്കി പൂജ നടത്തി പ്രീണിപ്പിച്ചെന്നും ദൈവങ്ങൾക്ക് സവാരി ചെയ്യാൻ അവർ രഥങ്ങളുണ്ടാക്കി രഥപൂജ നടത്തിയെന്നുമാണ് കഥ. കൽപ്പാത്തിയിൽ ഇന്നാരംഭിച്ച രഥോത്സവം 15-16 തീയതികളിൽ ആഘോഷപൂർവ്വം കൊണ്ടാടും.